രുക്മിണി ഭഗീരഥൻ പിള്ള വിവാഹശേഷം രുക്മിണി മാധവനായി മാറുമോ? പേരിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേര് ചേർത്തിട്ടുള്ളവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. വിവാഹശേഷം പലരും ചെയ്യുന്നൊരു കാര്യമാണ് സ്വന്തം പേരിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേര് കൂടി ചേർക്കുന്നത്. പക്ഷെ പലപ്പോഴും പഴയ രേഖകളിൽ ഒരു പേര്, പുതിയ രേഖകളിൽ മറ്റൊരു പേര് ആയിരിക്കും. ആദ്യമൊക്കെ പലരും ചിന്തിക്കും ഭർത്താവിൻ്റെ പേരല്ലേ ചേർത്തത്, ഇതിൽ എന്ത് പ്രശ്നം വരാനാന്ന്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ, ബാങ്കിൻ്റെ ആവശ്യങ്ങൾ, പെൻഷൻ സംബന്ധമായ രേഖകൾ, ഇൻഷുറൻസ്, മറ്റ് ക്ലെയിം ആവശ്യങ്ങൾ, കുട്ടികളുടെ ഡോക്യുമെന്റ്സ്, ലീഗൽ കാര്യങ്ങൾ, വിദേശത്തേക്കുള്ള ആവശ്യങ്ങൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട സമയങ്ങളിലാണ് പലരും ഈ വ്യത്യാസം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വരാവുന്നൊരു ചോദ്യം, ഈ രണ്ടു പേരുകളും ഒരേ വ്യക്തിയുടേതാണെന്ന് എങ്ങനെ തെളിയിക്കും? പേര് മാറ്റാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഒഫീഷ്യൽ റെക്കോർഡിൽ പേര് മാറുമ്പോൾ അതിൻ്റെ ശരിയായ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ അവശ്യ സമയത്ത് അതൊരു തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് വിവാഹശേഷം പേര് മാറ്റിയവർ നിങ്ങളുടെ പഴയതും പുതിയതുമായ പ്രധാന ഡോക്യുമെന്റ്സ് ഒരിക്കലും ചെക്ക് ചെയ്യണം. ഇന്ന് ചെറുതായി തോന്നുന്ന ഒരു നെയിം ഡിഫറൻസ് നാളെ ഒരു പ്രധാന ആവശ്യ സമയത്ത് വലിയ ഡിലേ ഉണ്ടാക്കും. നിങ്ങളുടെ ബേസിക് ഡോക്യുമെന്റ്സ് പരിശോധിക്കേണ്ട ചെക്ക് ലിസ്റ്റ് വേണോ? ഡോക്യുമെന്റ് എന്ന് കമന്റ് ചെയ്യൂ. ഇത്തരം പ്രാക്ടിക്കൽ ഡോക്യുമെന്റ് അലേർട്ടിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യൂ.